രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്തപ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ട് കാണാൻ, പച്ചപ്പൊക്കെ ആയിട്ട്. അതിനേക്കാളും ഭംഗിയേറിയ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ താത്തവും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് കുളത്തേക്ക് ജസ്റ്റ് നീന്താൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഞാനും വന്നതായിരുന്നു. ഇവിടെ ഈശോണെങ്കിൽ നല്ല കിടന്ന് ആർമതിക്കുന്നുണ്ട് കേട്ടോ. അവനക്ക് കുറേയൊക്കെ നീന്താൻ അറിയാം. സായമാണെങ്കിൽ വെള്ളത്തിൽ നിന്നാണ്ട് കയറണില്ല, അവനാണെങ്കിൽ അതിൽ കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ വന്നത് പ്രമാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കാല് വെച്ചതാണ്. എനിക്ക് നീന്താനൊന്നും അറിയില്ല വല്ലാണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ വീട്. അതിന് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ തറവാട് നിൽക്കുന്നത്. പിന്നെ രാത്രി ആയപ്പോഴേക്കും നല്ല മഴ കൂടിയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ആണെങ്കിൽ ഉമ്മ ചൂടോട് കൂടിയിട്ട് ബീഫൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. നേരെ വെളുത്തുടനെ തന്നെ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു പൊറാട്ട. ഈശോ ഇവിടെ ഇങ്ങനെ ചൂടാക്കുന്നുണ്ട്. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യണമൊക്കെ. പിന്നെ മൂന്നാൾക്കും കൂടി കഴിക്കാറില്ല. അപ്പം ഞാൻ ബട്ടൂരും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബട്ടർ ചിക്കൻ ഞങ്ങൾ തലേ ദിവസം ഉണ്ടാക്കിയതുണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് ചൂടാക്കുന്നുണ്ട്. പിന്നെ ഉമ്മാക്കാണെങ്കിൽ നോമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നില്ല കഴിക്കാൻ, ലച്ചൊന്നും ഈറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈശം കൂടിയിട്ട് ചായയൊക്കെ കുടിച്ച് അടിപൊളിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉച്ചയുടെ തൊട്ട് മുന്നൊക്കെ ആയിട്ട് മഴയൊക്കെ ഒന്ന് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലിങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, വെജീസും കാര്യങ്ങളൊക്കെ. ഇത് ഉമ്മയുടെ കോഴി താറാവുകളൊക്കെയാണ് കേട്ടോ. ഈ ഒരു സംഭവം എൻ്റെ അനിയത്തിക്ക് അവളുടെ ഫ്രണ്ട് ഗിഫ്റ്റായി കൊടുത്തതാണ് നിക്കാഹിന്. ഇത് വീട്ടിൻ്റെ അകത്ത് അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ കെട്ടി തൂക്കിയതാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. പിന്നെ ഉമ്മയുടെ പച്ചമുളക്, അതേപോലെ ഇതെന്തൊക്കെ ഒരു മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാഴ എന്തോ റോബസ്റ്റ് ആണെന്ന് തോന്നുന്നു, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലത്തെ കിണറാണ്. ഈ വെള്ളം നമ്മൾ കുടിക്കൊന്നും ചെയ്യൂല, പക്ഷേ ഒരു റിങ്ങും കൂടി കയറാനുള്ളൂ. നല്ല കൈ കൊണ്ടൊക്കെ വെള്ളം എടുക്കാൻ പറ്റും. അങ്ങനെ നേരെ ഫ്രണ്ടിലോട്ട് വന്ന് ഇവിടെ ആണെങ്കിൽ അധികം ചെടികളൊന്നുമില്ല. ഉമ്മക്ക് ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. മിറർ കണ്ടാൽ പിന്നെ ഞാൻ ഫോട്ടോ എടുക്കൽ മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഒരു മിറർ കണ്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതാണ്. പിന്നെ അതൊരു സ്പൈസസ് ആണ്. ഈ ഇല നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടൂലേ, അങ്ങനത്തെ ഒരു ലീഫും കൂടിയാണ്. പിന്നെ ഈ ഒരു ചക്ക കണ്ടിട്ട് ഉമ്മ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, എന്തോരം ചക്ക ഉണ്ട്, ആരും ഇട്ടുതരാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ നിൽപ്പന്നെ ഉള്ളു കേട്ടോ. പിന്നെ അത് കുറച്ച് സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല മഴക്കാർ കണ്ടതോടുകൂടി ഞാൻ വീട്ടിൻ്റെ അകത്ത് കയറി. പിന്നെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയിക്കുമ്പോഴേക്കും ഉമ്മാക്ക് നോമ്പുണ്ടല്ലോ. പിന്നെ എന്തെങ്കിലും പൊരിച്ച ഐറ്റംസ് മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ, പുറത്തിറങ്ങാനേ പറ്റണില്ല. അപ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ട് ഞാൻ പഴം നിറച്ചത് ഉണ്ടാക്കി. ബാക്കി ബാറ്ററി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല പഴുത്ത പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു പഴമാണ് കേട്ടോ, നല്ല മധുരമുണ്ട്. ഒറ്റയ്ക്ക് കഴിക്കാൻ എനിക്കാണെങ്കിൽ കൂടുതലായിട്ട് ഇഷ്ടം നാലിപ്പൂവനൊക്കെയാണ്. ബാക്കിയുള്ള റോബസ്റ്റും കഴിക്കും, ബാക്കിയുള്ളൊന്നും കഴിക്കില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാര ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മാക്ക് നോമ്പറക്കാൻ. പിന്നെ അത് വെള്ളം കലക്കിയൊരു ജ്യൂസ് ഐറ്റംസ് അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു